Good afternoon, everyone. നമ്മുടെ ഫൈനൽ സെഷനിലോട്ട് മൂവ് ചെയ്യാണ്. ഈസി ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് കെയർ, ദ അഡ്വാൻറ്റേജ് ടു ദ പബ്ലിക്. ആസ് വി ഓൾ നോ, നമുക്കൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശമാണ്. അത് ആരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടോ സാമൂഹിക സാമ്പത്തിക ഡിഫറൻസസോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒന്നല്ല. ഇറ്റ് ഷുഡ് ബി ക്വാളിറ്റി ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ഫോർ എവ്രി വൺ. ദാറ്റ്സ് എ ബർത്ത് റൈറ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ കേരളം എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്സ് എന്താണ് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ ഗ്യാപ്പ് ദാറ്റ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇൻ ദിസ് ഇൻഡസ്ട്രി, ലൈക്ക് ഹെൽത്ത് ഇൻഡസ്ട്രി, ആൻഡ് വാട്ട് ക്യാൻ വി ഡു എന്നുള്ളൊരു ഡിസ്കഷൻസിലൂടെ നമുക്ക് എത്താമെന്ന് പറഞ്ഞ് ഐ എം ഇൻവൈറ്റിംഗ് യു ടു ദ സെഷൻ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. അപ്പോൾ സർ, Anand sir, actually you own this hospital and you are a very big person in this hospital. So first question, നമ്മുടെ കേരള ഹെൽത്ത് മോഡൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്. ബട്ട് ആക്ച്വലി കേരളം എവിടെ നിൽക്കുന്നു ഇൻ ഈസി ആക്സസിബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ? സോ എനിക്ക് മറു ചോദ്യം ചോദിക്കേണ്ടത് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏത് ഡെമോഗ്രാഫിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പിരമിഡായിട്ട് ഒരു ഹെൽത്ത് പിരമിഡ് എടുക്കുകയാണെങ്കിൽ അതിന് 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഒരു അപ്പർ, മിഡിൽ, ലോവർ, കറസ്പോണ്ടിങ് ടു ഒരു സോഷ്യോ എക്കണോമിക് പ്രൊഫൈൽ ആൻഡ് എക്കണോമിക് പ്രൊഫൈലാണ്. അതിനകത്ത് ഓണസ്റ്റ്ലി ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു സെഷനെക്കുറിച്ചും ഈ ഒരു കോൺക്ലേവിനെ കുറിച്ചും ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പ്രൊഡോമിനൻ്റ്ലി ഒരു പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റും മാത്രമാണ് മെജോറിറ്റി ആയിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഓബ്വിയസ്ലി ഒരുപാട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിലും ഗവൺമെൻറ് സെക്ടറിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈവൻ ഇൻ ടേംസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓൾസോ, ലെറ്റ്സ് സേ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ശ്രീചിത്ര ഉണ്ട്, RCC ഉണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ട്. അവരും നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഹെൽത്ത് കെയറിൻ്റെ ഒരു വളരെ ഭാരിച്ച ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ദേ ഷുഡ് ഓൾസോ ഹാവ് ബീൻ പാർട്ട് ഓഫ് ദി സെഷൻ എന്നുള്ളൊരു റിക്വസ്റ്റ് ഇസ് ഓൾസോ ദെയർ. ഞാനത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഈ ഹെൽത്ത് പിരമിഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനകത്ത് ഈ മുകളിലുള്ള ഒരു ആഫ്ലുവൻറ്റ് സെഗ്മെൻറ്റും പിന്നെ മേ ബി ആ നടുക്ക് വരുന്ന ഒരു മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൻ്റെ അപ്പർ സ്ട്രാറ്റയുമാണ് പ്രൊഡോമിനൻ്റ്ലി പ്രൈവറ്റ് ഹെൽത്ത് കെയറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ മിഡിൽ സെഗ്മെൻറ്റിൻ്റെ താഴത്തെ ഭാഗവും ആ പിരമിഡിൻ്റെ മെജോറിറ്റി ഓഫ് ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ളവർ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിൽ തന്നെയാണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡൈനാമിക്സിൽ തന്നെ കേരളം ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്റ്റേറ്റ്സ്. ട്രിവാൻഡ്രത്ത് ദ പ്രസൻസ് ആൻഡ് പ്രോമിനൻസ് ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ കൂടി വരികയാണ്. അതിൻ്റേതായ നല്ല ഘടകങ്ങളുമുണ്ട്, ചീത്ത ഘടകങ്ങളുമുണ്ട്. കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് എനിക്ക് തോന്നുന്നു മോർ ദാൻ 50% or even up to 60% of the population depend on private hospitals, whether it be small, medium or tertiary care hospitals for their health care. അപ്പോൾ അത് ഒരു സെഗ്മെൻറ്റാണ്. പിന്നെ ഗവൺമെൻറ് ഹെൽത്ത് കെയറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു സെഗ്മെൻറ്റും ഉണ്ട്. ഇതിന് രണ്ടിൻ്റെയും പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്. അതിനകത്തുള്ള അഫോർഡബിലിറ്റിയും ആക്സസിബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. I think I'll start with the government sector because that is where the majority of the patients are currently dependent on. അവിടെ 2 രീതി നോക്കാം ഇൻ ടേംസ് ഓഫ് ഹൗ മച്ച് ദ ഗവൺമെൻറ് ഇസ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ഹെൽത്ത് കെയർ. അത് നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ GDPയുടെ ശതമാനമായിട്ട് നോക്കുകയാണെങ്കിൽ പണ്ട് 1% ഇപ്പോൾ 2%, അത് 2, 3, 4 ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ദാറ്റ് ഈസ് പ്രോബ്ലി വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ദ ഗവൺമെൻറ് ഇസ് സ്പെൻഡിങ് ആസ് ഫാർ എസ് ദ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ഓഫ് ദ ഗവൺമെൻറ് ഇസ് കൺസേൺഡ്. ഓബ്വിയസ്ലി എൻ്റെ അഭിപ്രായത്തിൽ ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലുമാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്പെൻഡിങ് പോകേണ്ടത്. പക്ഷേ അത് രണ്ടും ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. അത് പ്രയോറിറ്റൈസേഷൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി ഡിഫൻസിലും ബാക്കി ഒരുപാട് കാര്യങ്ങളും ദർ ഇസ് എ ലോട്ട് ഓഫ് അതർ എക്സ്പെൻഡിച്ചേഴ്സ് ഗോയിങ് അറൗണ്ട്. സോ അവിടെ തന്നെ ദർ ഹാസ് ടു ബി എ റീപ്രയോറിറ്റൈസേഷൻ ആസ് ഫാർ എസ് ദ ഗവൺമെൻറ് ഇസ് കൺസേൺഡ്. അവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ആക്ച്വലി, കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. ഈവൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ, RCC എടുക്കുകയാണെങ്കിലും, ചിത്ര എടുക്കുകയാണെങ്കിലും, ട്രിവാൻഡ്രത്തുള്ള പല പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ഇല്ലാത്ത ടെക്നോളജിയും ഇൻസ്ട്രുമെൻസും ഉണ്ട്. പക്ഷേ ഓവറോൾ വോള്യൂംസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റിൽ ഡെഫിഷ്യൻറ്റ്. ഇപ്പോഴും കിടക്കകളുടെ കുറവുണ്ട്, അവരുടെ സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഗത്യന്തരമില്ലാത്തവർ മാത്രമേ മെഡിക്കൽ കോളേജിൽ പോകത്തുള്ളൂ എന്നുള്ളൊരു സിനറിയോ ആണ്. കാരണം അത്രയും സർവീസ് ഇഷ്യൂസ് അവിടെ ഉണ്ട്.
സോ ഇൻഫ്രാസ്ട്രക്ചർ ഇത് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും അല്ലാത്തുള്ളൊരു ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറിനകത്തുള്ളൊരു കുറവുണ്ട്. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ടെർഷറി ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ സെഷൻസിലൊക്കെ there was a little bit of discussion on primary and secondary health care. That is definitely a higher priority than a tertiary health care is the way I would look at it. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഞാനൊരു കാർഡിയോളജിസ്റ്റാണ്. നമ്മളൊരു 100 പേരെ എടുക്കുകയാണ്. 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചിലപ്പം 2 പേർക്കായിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഈ 2 പേരെ ചികിത്സിക്കാനുള്ള ഹാർട്ട് അറ്റാക്കിനാണ് കൂടിയ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും കാത്ത് ലാബും വേണ്ടത്. ഈ 100 പേരിൽ ചിലപ്പോൾ ഒരു 20-30 പേരോളം ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ട്. അത് വരാതിരിക്കാൻ അവർക്ക് ഏത് രീതിയിലുള്ള പ്രൈമറി കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ ഉള്ള സെക്കൻഡറി ഹെൽത്ത് കെയർ എവിടെ വേണം. സോ ദാറ്റ് ഇസ് വെയർ ദ മെജോറിറ്റി ഓഫ് ദ നീഡ് സ്റ്റിൽ ഇസ്. ഈ 100 പേരിൽ ഈ 2 പേർക്കാണ് ടെർഷറി ഹെൽത്ത് കെയർ വേണ്ടത്. ബാക്കി 20-25-30 പേർക്ക് വേണ്ടത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഹെൽത്ത് കെയർ ആണ്. ആ ഗ്രാസ് റൂട്ട്സിൽ റീപ്രയോറിറ്റൈസേഷൻ ആൻഡ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്, അത് മാൻ പവർ ആയാലും ബഡ്ജറ്റ് ആയാലും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊരു ബ്രോഡർ ഡിസ്കഷനാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കേരളം മുൻപന്തിയിൽ നിൽക്കുകയാണ് ഓൾറെഡി. പ്രൈമറി ആൻഡ് സെക്കൻഡറി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആശാ വർക്കേഴ്സ് മുതൽ പ്രൈമറി ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി മുതൽ ഇന്യൂമറബിൾ സെറ്റപ്പുകളുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ. ഇന്ന് മോർണിംഗ് സഹദുള്ള സാർ തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി, അങ്ങനത്തെ ഹെൽത്ത് ഇൻഡസസ് എടുക്കുകയാണെങ്കിൽ വി ആർ ഓൾറെഡി ഡൂയിങ് വെൽ, ബട്ട് ദർ ഇസ് എ ലോട്ട് മോർ ദാറ്റ് വി ക്യാൻ പൊട്ടൻഷ്യലി ഡു. Okay. Thank you, sir. And anything to add on, madam? I think he's covered it very comprehensively. Okay, sure. Thank you, ma'am. Like one more thing I would like to ask you is like, നമ്മളിവിടെ AI-നെ കുറിച്ച് പറഞ്ഞു, ഡാറ്റ ഷെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ബട്ട് ദർ ആർ 2 sides of the same coin എന്ന് പറയുന്ന പോലെ സംടൈംസ് നമ്മുടെ ഡാറ്റയും അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കുന്നത് അവരുടെ കൂടുതൽ ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ദർ ഇസ് അനദർ ഡൗൺ സൈഡ് ഓൾസോ. ഈ HIV, സിഫിലിസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ HIV ഒക്കെ പറയുന്ന പോലെ അസുഖങ്ങളുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആകുമ്പോൾ ദാറ്റ് മൈറ്റ് affect them very in a negative way. അപ്പോൾ how do you see that and what do you do about it? വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണിത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. നമ്മളൊരു ആക്സിഡൻ്റായിട്ടൊരു ഹോസ്പിറ്റലിൽ വരുന്നു. നമ്മുടെ കൂടെ കൊണ്ടുവന്ന ആൾക്കോ നമ്മൾക്കോ ചിലപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യമോ മാനസിക സ്ഥിതിയോ കാണില്ല. നമ്മുടെ പൂർവ്വ ചികിത്സാ ചരിത്രം, മെഡിക്കൽ ഹിസ്റ്ററി പറയാനായിട്ട്. പക്ഷേ ഡേറ്റ ഓൾറെഡി അവിടെ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമുക്ക് നല്ല കെയർ കിട്ടും. ഡേറ്റ എത്രത്തോളം നമ്മളെക്കുറിച്ച് നമുക്ക് ഡോക്ടറിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഔട്ട്കം ബെറ്റർ ആക്കാൻ ഡോക്ടർക്ക് പറ്റും. സോ ഡെഫിനറ്റ്ലി ഡേറ്റ ഷെയറിങ് ഈസ് വെരി ഗുഡ്. മാഡം കോവിഡ് മഹാമാരിയിൽ ഒരുപാട് ഫയർ ബ്രാൻഡായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാ ഹോസ്പിറ്റൽസും വി വർ ഓൾ കണക്റ്റഡ് for data to be shared, and we did a wonderful job. Every day, every hour we were sharing data. നമുക്ക് എത്ര ബെഡുണ്ട്, നമുക്ക് എത്ര ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടെന്ന് വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റി ചികിത്സ എന്നുള്ളത്. സോ ഡേറ്റ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, ഇറ്റ് ഹാസ് ടു ബി ഷെയർഡ്. ബട്ട് ദി അതർ സൈഡ് ഓഫ് ദ കോയിൻ ഇസ് ഓൾസോ ദെയർ. ഇത് വളരെ എത്തിക്കലായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. എന്താണ് ഷെയർ ചെയ്യുന്നത്, ആരോടാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെ ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പേഷ്യൻറ്റിനാണ് അധികാരമുള്ളത് എന്താണ് ഷെയർ ചെയ്യുന്നത്, എന്തിനാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. മെഡിക്കൽ റിസർച്ചിനാണോ അല്ല എൻ്റെ ഡേറ്റാബേസ്, എൻ്റെ ചികിത്സ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. കൺസെൻറ്റ് എടുക്കാം, നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡിജിറ്റൽ കൺസെൻറ്റ്സ് എടുക്കാം. അപ്പോൾ അതിലവർ ക്ലിയറായിട്ട് അവർക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ ഷെയർ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് ഒരു സർട്ടൻ ലെവൽ ഓഫ്
ട്രാൻസ്പെറൻസി, സർട്ടൻ ലെവൽ ഓഫ് ലീഗാലിറ്റി അതിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതെല്ലാം പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ABDM പോലെയുള്ള, അതായത് ആയുഷ്മാൻ ഭാരതിൻ്റെ ഡിജിറ്റൽ മിഷൻ പോലെയുള്ള സംഗതികൾ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ആപ്രിഹെൻഷൻസ് ഉണ്ട്. പല ആപ്രിഹെൻഷൻസും വി കൻ ജസ്റ്റിഫൈ ഇറ്റ്, കാരണം അതിനൊരു ആൻസേഴ്സ് ഇല്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് വരും, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ഇറ്റ് വിൽ ബി ഫോർ ദ ഗുഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു മാം. എനിക്കൊന്ന് മാഡം വെരി ഷീസ് നൈസ്ലി കവേർഡ് ദ ടോപ്പിക്. ഇതിനകത്ത് ഐ ഓൾസോ അഡ്മിറ്റ് ദാറ്റ് ഷെയർഡ് ഇൻഫർമേഷൻ ഇസ് ഡെഫിനറ്റ്ലി ഗുഡ്. ഇപ്പം ഇ ഹെൽത്തിനകത്ത് അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. അത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രാക്ടിക്കാലിറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷേ അതുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ്. ഒരു പേഷ്യൻറ്റിന് പെർട്ടിക്കുലർലി ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ദ ഡോക്ടർ ഇസ്, ആ സിസ്റ്റത്തിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു ഡോക്ടർക്കും അവർ പോകുന്ന ഒരു ക്ലിനിക്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ അത്രയേറെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആ പേഷ്യൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. പ്രീവിയസ് ഡേറ്റ കയ്യിലുണ്ട്. ബെറ്റർ ഡയഗ്നോസിസ്, ബെറ്റർ കെയർ കൊടുക്കാം. പിന്നെ യു ക്യാൻ അവോയ്ഡ് എ ലോട്ട് ഓഫ് ടെസ്റ്റ്. ഓൾറെഡി ഒരു മാസം മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ് സിസ്റ്റത്തിനകത്തുണ്ടെങ്കിൽ വീണ്ടും പോയി ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഇംപ്രൂവിങ് ഹെൽത്ത് കെയർ. ഇതിൻ്റെ അകത്തൊരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് തന്നെ ഈ ഇൻഫർമേഷൻ അറിയാവുന്നത് കാരണമുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞങ്ങൾ നേരത്തെ അപ്പുറത്ത് നോ യുവർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജനറൽ പബ്ലിക്കിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വി വർ ഡിസ്കസിങ്. ഒരു രോഗിക്ക് അവരുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ എത്രയായിരിക്കണം എന്ന് നോർമൽ എത്രയാണെന്നും അവരുടെ എത്രയാണെന്നും അറിയുന്നത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ കൂടുതൽ ബോധവാന്മാരാകുകയും they will be more motivated to work towards their own goal. ആ ഒരു നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ മറിച്ചെന്ന് വെച്ചാൽ ഇപ്പം ദർ ഇസ് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ഔട്ട് ദെയർ. പ്രത്യേകിച്ച് ആക്സസ് ടു ഇൻ്റർനെറ്റും ഇപ്പോൾ AI ഒക്കെ ഉള്ളത് കാരണം 2 ലക്ഷണങ്ങൾ എടുത്ത് ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 ഡയഗ്നോസിസ് വരും. ഗൂഗിൾ ഗുരുക്കന്മാർ. അതെ. പിന്നെ അതിനെക്കുറിച്ചൊരു 100 ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ. അവർക്ക് ഈ രോഗമാണോ മറ്റു രോഗമാണോ എന്ന് തന്നെ പേഷ്യൻസ് ഓൾറെഡി നമ്മുടെ OPയിൽ വന്ന് we are wasting a lot of resources because of that. Yes. Wasting their own time and the time of the health system. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. So and then when they have these details, unless they are mature enough to interpret what it is, there is going to be an issue. പിന്നെ ഇപ്പം ഒരുപാട് ലിറ്റിഗേഷൻസ് ഉണ്ട്. ഇപ്പം ഒരു ഡിസ്ചാർജ് സമ്മറിക്ക് ഫുള്ളി അവരുടെ കൈ കിട്ടിയാൽ തന്നെ അതിനകത്തുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ദ ഡോക്ടേഴ്സ് രോഗികൾക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് സംഭവിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, അതിലെന്ത് വന്നു, എന്തുകൊണ്ട് വന്നു എന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു കൊടുത്താൽ പോലും ഒരു ഭയങ്കര ഒരു കൺസ്യൂമർ മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ പേഷ്യൻസിനുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ അത് കോടതിയിൽ കേസ് കൊടുക്കാമെന്നും അതിൽ നിന്ന് അവർക്ക് കോമ്പൻസേഷൻ കിട്ടാമെന്നും പറഞ്ഞ് പരത്തുന്ന ലോ എൻഡ് ഓഫ് ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പം ലൈക്ക് എവറിത്തിങ് ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അതിനകത്ത് വി ഹാവ് ടു ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദം അബൌട്ട് the information that they have access to, and it has to be simplified to them. പക്ഷേ in the bigger scheme of things, shared information is always good. ഓക്കെ, താങ്ക് യു. ആ പറഞ്ഞ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ വരാം. ബട്ട് ബിഫോർ ഗോയിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, സാർ നേരത്തെ പറയാം പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടറിനെ കുറിച്ച്, സെക്കൻഡറി ഹെൽത്ത് കെയർ സെക്ടറിനെ കുറിച്ച്. ബട്ട് മെയിൻലി നമ്മുടെ എല്ലാ ടെർഷ്യറി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആർ എവറിത്തിങ് ഇസ് ഇൻ ദ ടൗൺ ആൻഡ് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ലിവ്സ് ഇൻ ദ റൂറൽ ഏരിയ. അപ്പോൾ ആ റൂറൽ ഏരിയയിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവർക്ക് ഈസി ആക്സസിബിൾ ആക്കുന്നത് പോസിബിലിറ്റി ഉണ്ടോ? സോ ഹൗ ഡു യു സീ ദാറ്റ്? സോ അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. 100 പേരിൽ 2 പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അതിന് ഒരു കാത്ത് ലാബ് മതി. എല്ലാ സ്ഥലത്തും കൊണ്ട് കാത്ത് ലാബ് വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പം കാത്ത് ലാബുള്ള ആശുപത്രി കാരണം തട്ടി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ഇനി ഇത് പെരിഫറിയിലും കൊണ്ട് വെക്കുന്നത് കാരണം പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പം ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോക്കസ്ഡ് ആയിട്ട് ഒരു ടെർഷ്യറി എൻഡിൽ മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഇതിനെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് വേറൊരു ഹയസ്റ്റ് സെഗ്മെൻറ്റിലുള്ള ക്വാട്ടർണറി കെയർ നമ്മൾ വിളിക്കുന്ന സംഗതിയാണ് ഈ ട്രാൻസ്പ്ലാന്റും റോബോട്ടിക് സർജറിയും ഒക്കെ. അതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് കാര്യങ്ങൾ പോലും
അത്രയ്ക്ക് പെരിഫറിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് കേരളത്തിൽ, കാരണം കേരളം ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. കേരളത്തിൽ അർബൻ റൂറൽ തിരിച്ചു പറയാൻ തന്നെ വളരെ പാടാണ്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും അടുത്ത ടൗണിലോ സിറ്റിയിലോ എത്താൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബൈ ഡിഫോൾട്ട് ആക്സസ് ടു ഹെൽത്ത് കെയർ ഇസ് വെരി ഗുഡ്. പിന്നെ ഇപ്പം ഹൈവേയും കൂടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഹൈ എൻഡ് കെയർ പെരിഫറിയിലേക്ക് കൂടുതൽ അവൈലബിൾ ആക്കുന്നതിലുപരി പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ പെരിഫറിയിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഹാസ് ടു ബി ദ ഫോക്കസ്. അതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. മെഡിക്കൽ ഫ്രട്ടേണിറ്റി തന്നെ അതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഡോക്ടർമാർക്കും തന്നെ ഇപ്പം പ്രൈമറി സെക്കൻഡറി കെയർ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എല്ലാവർക്കും ദേ വോണ്ട് ടു ബി സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, ദേ വോണ്ട് ടു ബി റോബോട്ടിക് സർജൻസ് ആൻഡ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. ഞാനും അങ്ങനെയൊക്കെ തന്നെ പോയതാണ്. അതിനകത്ത് ഒരുപാട് ഗ്ലാമറുണ്ട്, അതിനകത്ത് ഒരുപാട് വെൽത്ത് ഉണ്ട്. സോ ഈവൻ ഡോക്ടേഴ്സ് ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ്. മറിച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി എൻഡിൽ വർക്ക് ചെയ്യാൻ ഉള്ള മൈൻഡ് സെറ്റ് കുറവാണ്, അവിടെയുള്ള റെന്യൂമറേഷൻ കുറവാണ്. പിന്നെ കേരളത്തിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ ദേ ക്യാൻ ഈസിലി ഗെറ്റ് ടു വർക്ക് ഇൻ എ ബിഗ് സിറ്റി ഓർ ടൗൺ. എന്തുകൊണ്ട് അവർ പെരിഫറിയിൽ വർക്ക് ചെയ്യണം? ഗവൺമെൻറ്റിനകത്തൊരു സിസ്റ്റം ഉണ്ട്. ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ 1-2 വർഷം ബോണ്ടിൻ്റെ ഭാഗമായിട്ട് പെരിഫറിയിൽ വർക്ക് ചെയ്യണം. അത് ചെയ്യാൻ പോലും പലർക്കും താല്പര്യമില്ല. അതിനെ എങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് പോകാം എന്നാണ് ഡോക്ടർമാർ നോക്കുന്നത്. അപ്പം അവിടെയും ഒരു മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡോക്ടേഴ്സ് ഹാവ് ടു ബി അവൈലബിൾ ഇൻ ദ പെരിഫറി. അതേപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കെയർ സ്റ്റാഫ്. ഇപ്പം നഴ്സിംഗ് അട്രിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ നഴ്സസ് എല്ലാം തന്നെ 1-2 വർഷം ട്രെയിനിങ് എക്സ്പീരിയൻസ് കിട്ടി നേരെ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും. അതിന് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ പാർട്ട് ഇസ് എ വെരി ഹ്യൂജ് തിങ്. ഇറ്റ്സ് എഫക്റ്റിംഗ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇനി അത് സ്റ്റാഫ് ആണെങ്കിലും. പിന്നെ ലൈക്ക് നോട്ട് ഓൺലി സർ, ഐ എം ജസ്റ്റ് ആഡിങ് ഓൺ ടു ഇറ്റ്, നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, സോ ദാറ്റ് ഈസ് ഓൾസോ എ കൺസേൺ ലൈക്ക് വെൻ യു ഫിനിഷ് യുവർ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലേ? വോട്ട് യു തിങ്ക്? അതെ, ആക്സസ് ടു ഹെൽത്ത് പോലെ തന്നെയാണ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. വലിയ സ്കൂളുകളൊക്കെ സിറ്റീസിലാണ്. അതുകൊണ്ട് തന്നെ ടൗൺസിലേക്കും സിറ്റീസിലേക്കും ജനറലി ആൾക്കാർ മാറാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, മോർ ദാൻ പെനിട്രേറ്റിംഗ് മോർ ടെക്നോളജി ആൻഡ് ഹൈ എൻഡ് കെയർ ടുവേർഡ്സ് എ പെരിഫറി, വി ഷുഡ് സ്ട്രെങ്തൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ ഇൻ ദ പെരിഫറി ഈസ് വാട്ട് ഐ ഫീൽഡ്. എനിത്തിങ് ടു ആഡ് ഓൺ മാഡം? മാഡം, ഓൾറെഡി ട്രിവാൻഡ്രത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ള വലിയ ഹോസ്പിറ്റൽസ്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ അതിന് കാരണം പീപ്പിൾ ഡോണ്ട് വോണ്ട് ടു ട്രാവൽ. യു ആർ നോട്ട് റെഡി ടു ട്രാവൽ ഈവൻ 20 കിലോമീറ്റേഴ്സ്. കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ റൂറലും ഏർബലും ഡിഫറൻസിയേഷൻ വളരെ കുറവാണ്. സോ കീപ്പിംഗ് ദിസ് ഇൻ ടു കൺസിഡറേഷൻ, ഇനി ഇതൊരു അനിവാര്യമായൊരു കാര്യമാണ്. ദർ വിൽ ബി മോർ ആൻഡ് മോർ ഓഫ് ഹോസ്പിറ്റൽസ്. പക്ഷേ നമ്മളൊരു റെഫറൽ സെൻറ്ററായിട്ട് പ്രവർത്തിക്കാം. നമ്മൾ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ക്യാൻ ബി എ പേരൻറ്റ് ഹോസ്പിറ്റൽ. ദാറ്റ് വേ യു വിൽ ബി ഏബിൾ ടു എൻഷുർ ക്വാളിറ്റി അറ്റ് ദ റൂറൽ ലെവൽ ഓൾസോ. ഗവൺമെൻറ്റിന് സബ്സിഡീസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ GST, മെഡിസിൻസിന് GST ഉണ്ട് മാഡം. അതേപോലെ ഇലക്ട്രിസിറ്റി വി ക്യാൻ ഗിവ് സബ്സിഡി. കർണാടക പോലെയുള്ള സ്റ്റേറ്റ്സിൽ ഐ ഹവ് ഹേർഡ് ഓഫ് VGF പ്രോഗ്രാംസ് വെർ ദർ ഇസ് എ ഡിഫറൻസ് വയബിലിറ്റി ഉണ്ട്. ഒരു പ്രോജക്റ്റിന് ഒരു എക്കണോമിക് ഫീസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഒരു ഫൈനാൻഷ്യൽ വയബിലിറ്റി ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നുണ്ട്. So these are all ways and means by which we can ensure that health penetrates everywhere, not just in the urban areas. Okay, thank you ma'am. അതേപോലെ തന്നെ I would like to ask you one more thing. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസംസ്, അതായത് നമ്മളിപ്പോൾ ഒരു യു ആർ ഗിവിങ് ഓൾ ദ ക്വാളിറ്റി ഹെൽത്ത് കെയർസ് എവറിത്തിങ്, ബട്ട് നമുക്കത് ക്വാളിറ്റി ആയിട്ട് അവർക്ക് കിട്ടിയോ എന്നുള്ളത് നമുക്കറിയണ്ടേ. എന്നാൽ മാത്രമാണ് വി ക്യാൻ ജെന്യുവൻലി ഹെൽപ്പ് ദം. സോ ഹൗ ഡു യു ഡു ദാറ്റ്? ഐ ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ. വളരെ രസകരമായ ക്വസ്റ്റ്യനാണ്. നമുക്കൊരു ഉദാഹരണത്തിൽ തുടങ്ങാം. ഞാനൊരു 20 years ബാക്ക് PRS ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന അന്ന് സെയിം ഡേ ലേഡി വാക്ക്ഡ് ഇൻ ടു മൈ റൂം ആൻഡ് സെഡ് ഐ ഗോട്ട് മൈ അൾട്രാസൗണ്ട് ഡൺ. ഒരു മെയിൽ ഡോക്ടറാണ് ചെയ്തത്, ഫീമെയിൽ സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. വെരി നൈസ്ലി ഡൺ, ബട്ട് ഐ ഫീൽറ്റ് വെരി എംബാരസ്ഡ്. You don't have a female radiologist in your hospital. I remember taking it up with my MD and Mathrubhumil advertisement koduthu. In about a month's time, we had a female radiologist at the hospital. We still continue to have.
6 months back, I did another survey. ഞങ്ങൾ PRS Lumina എന്നൊരു സംരംഭം തുടങ്ങി. ഇറ്റ്സ് 12-story ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ക്യാൻസർ കെയർ. അതിന് മുന്നേ ഒരു ഫീഡ്ബാക്ക് എടുത്തു. There also, കമ്മ്യൂണിറ്റിയാണ് ഡിസൈഡ് ചെയ്തത് whether we should go ahead with the project. Because RCC പോലെയുള്ള വൻ സ്ഥാപനങ്ങളുള്ളപ്പോൾ ഇസ് ദേ സ്കോപ്പ് ഫോർ യെറ്റ് അനദർ വൺ, വിൽ വി ബി ഏബിൾ ടു ഡു എനിത്തിങ്. ഇത് രണ്ടും ചെയ്തത് ഒരു ഫീഡ്ബാക്കാണ്, തീരുമാനങ്ങൾ. സോ യു സീ, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കുന്നു, ആരെടുക്കുന്നു, എപ്പോൾ എടുക്കുന്നു, മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനോ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജോ മാത്രമല്ല, ത്രൂ ഔട്ട് യുവർ സ്റ്റേ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻ്റ് പോലും അറിയുന്നില്ല, അത്ര സട്ടിലായിട്ടാണ് എടുക്കുന്നത്. നോൺ ക്ലിനിക്കൽ മാത്രമല്ല, ക്ലിനിക്കൽ ഏരിയാസിലും ഇപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. വി കോൾ ഇറ്റ് പ്രെം, വി കോൾ ഇറ്റ് പ്രോം, അതായത് പേഷ്യൻ്റ് റിപ്പോർട്ടഡ് എക്സ്പീരിയൻസ്, പേഷ്യൻ്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷർമെൻറ്റ്. നേരിട്ട് ഒരു പേഷ്യൻറ്റിനോട് ആ സർജറി കഴിഞ്ഞോ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ അതെ സുഖമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത പണി നോക്കി പോകും. പക്ഷേ ഇഫ് യു ആസ്ക്, മാഡം ഈ ടോട്ടൽ നീ ചെയ്യാൻ കാരണം ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ, അപ്പോൾ ക്ഷേത്രത്തിൽ പോയി തുടങ്ങിയോ, അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആയോ എന്ന് നോക്കുന്നു. സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് ടേക്കൺ ഓഫ് ടുഡേ. എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും വ്യത്യാസമുണ്ട്. പേപ്പർ പെന്നൊന്നും വേണ്ട, ചെന്ന് എഴുതുകയോ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ കാത്തിരിക്കുകയോ ഒന്നും വേണ്ട. QR കോഡുണ്ട് റൂമിൽ, ജസ്റ്റ് സ്കാൻ ഇറ്റ്, ഇറ്റ് വിൽ ഗോ ഓൺ ടു യുവർ ഗൂഗിൾ റിവ്യൂ. അപ്പം ഞങ്ങൾക്കും പേടിയാണ്, കാരണം ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ സന്ധ്യ മഹാദേവൻ ഇസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് നാളെ ഗൂഗിളിൽ എഴുതിയാൽ ലോകം മുഴുവൻ അറിയും. സോ വി ആർ ഓൾസോ കെയർഫുൾ ആൻഡ് വി മേക്ക് ഷുവർ ദറ്റ് വി പെർഫോം വെൽ. സോ ഫീഡ്ബാക്ക് ഇസ് എ കൈൻഡ് ഓഫ് പോലീസിങ് ടുഡേ, എ ഗുഡ് കൈൻഡ് ഓഫ് പോലീസിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സർ, എനിത്തിങ് ടു ആഡ് ഓൺ ടു ഇറ്റ്? ഓക്കെ, താങ്ക് യു സർ. അപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അല്ല മാഡം, യു സെഡ് ലൈക്ക് എനി ഹോസ്പിറ്റൽസ് ആർ കമ്മിങ് ഈവൻ ഇൻ ദ പെരിഫറി. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഗോസ് ടു ആനന്ദ് സർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു കണക്കെടുത്താൽ ഏകദേശം ഒരു 600 ഹോസ്പിറ്റൽസ് ഇൻ ദ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അടച്ചുപൂട്ടിപ്പോയി എന്നുണ്ട്. ദീസ് ആർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഈ ഹെൽത്ത് കെയർ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു വയബിലിറ്റി കൂടി നമ്മൾ അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. സോ വാട്ട് യു, ഇപ്പോൾ പല ഹോസ്പിറ്റൽസ്, മേജർ ഹോസ്പിറ്റൽസ്, സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് നമ്മുടെ പെരിഫറിയിൽ തുടങ്ങുന്നത്, അത് ആക്ച്വലി ചെറുകിട ആശുപത്രികൾക്കൊരു അടിയല്ലേ? ഒന്ന്. രണ്ട്, ഈ വലിയ ഹോസ്പിറ്റൽസ് നമ്മൾ പെരിഫറിയിലേക്ക് പോകുന്നത് അവരുടെ കോസ്റ്റ് എഫക്റ്റീവ്, അവരുടെ കോസ്റ്റ് ഇസ് വെരി ഹൈ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ സ്മോൾ ഹോസ്പിറ്റൽസ്. ബട്ട് ഇവർ വലിയൊരു എന്താ പറയുക കോമ്പറ്റീഷനാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. സോ ഹൗ ഡു യു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ? So I would call this a destructive imbalance. This is very important, which is happening in the industry. എല്ലാ ഇൻഡസ്ട്രീസിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. ഇപ്പം ലുലു മോൾ ഇവിടെ തുടങ്ങി, ആമസോൺ ഉണ്ട്. ഇത് രണ്ടും കാരണം തന്നെ പെരിഫറിയിലുള്ള സ്മോളർ കടകൾ പൂട്ടേണ്ടി വരുന്നു എന്നുള്ളൊരു വസ്തുത നമ്മളെല്ലാം അറിയുന്നുണ്ട്. മറിച്ച് ഇതിനകത്ത് കയറാൻ പറ്റുമോ? കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. മനസ്സമാധാനമായിട്ട് പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെ വിലയോ? ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവിടെ പോയാൽ തിരക്കാണെന്നും സാധനത്തിന് ചിലപ്പം വില കൂടുതലാണെന്നും മനസ്സിലാക്കാതെ എല്ലാവരും കൂടെ അങ്ങോട്ട് തിക്കി തിരയുന്നു. തൊട്ടടുത്തുള്ള കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്നത് ആരും പ്രോബബ്ലി ദേ ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്. അവിടെ ദിസ് ഇസ് ദ ഡിസ്ട്രക്റ്റീവ് ഇംബാലൻസ് ദാറ്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്, ആൻഡ് ദിസ് ഇസ് എഫക്റ്റിംഗ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഓൾസോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി ബാഡ് കൗണ്ടർ തിങ്. നമ്മൾ നേരത്തെ സംസാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞത് പ്രൈമറി, സെക്കൻഡറി, പെരിഫറി സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സംഭവിക്കുന്നത് മേജർ സിറ്റീസിൽ വലിയ ഹോസ്പിറ്റൽസ് വിത്ത് ബിഗർ ബെഡ് സ്ട്രെങ്ത് വരുന്നത് കാരണം പെരിഫറിയിലുള്ള പേഷ്യൻസ് എല്ലാം തന്നെ അതൊന്നും പോരാ, നമുക്ക് ബെസ്റ്റ് ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് നേരെ സിറ്റീസിലേക്ക് വരുന്നു. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഹൈ എൻഡ് കെയറിൻ്റെ യൂട്ടിലൈസേഷൻ ഇസ് ഗെറ്റിംഗ് ഡൈല്യൂട്ടഡ്. അതിനാവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് തെക്കി തിരയുന്നത് കാരണം അപ്രോപ്രിയേറ്റ്ലി ആ കെയർ കിട്ടേണ്ട ആൾക്കാർക്ക് പ്രോബ്ലി കിട്ടുന്നില്ല. ഇവരെ പെരിഫറിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാനേജ് ആകുന്നില്ല. അത് കാരണം വരുന്നൊരു ഇംബാലൻസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവിങ് ടു ഷട്ട് ഡൗൺ. ഇപ്പം എനിക്കൊന്ന് IMA ഹാസ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഇപ്പം എനിക്കൊന്ന് സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സംരംഭം ഓർഗനൈസേഷനും അവരുടെ റൈറ്റ്സും ഗ്രോത്തും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഫ്രം IMA ആൻഡ് സോ ഓൺ വരുന്നുണ്ട്. ഇത് കളക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
So I don't know the answer to this, but the direction in which we are heading is actually quite counterproductive is what I feel. ഇതിനകത്ത് പെരിഫറി ഇതിനകത്ത് ആൾക്കാരുടെ മനോഗതി മാറുക എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ദേ തിങ്ക് അവിടെയുള്ളതൊന്നും പോരാ, ബെസ്റ്റ് ആശുപത്രി, പിന്നെ ഈ വലിയ വലിയ ആശുപത്രികൾ അഡ്വർടൈസ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് മറിച്ച് കാണുന്നവരുണ്ട് കേട്ടോ. പേഷ്യൻസ് ഹു കം ആൻഡ് ടെൽ മീ ദാറ്റ് ഞങ്ങൾ അവിടെ പോയില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ തോന്നും അവർ വേറെ എന്തിനോ വേണ്ടി ഇത് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ the impression that the bigger hospitals are creating is in such a way that they are attracting patients towards the tertiary end. Not only that, doctors and the workload ഒരുപാട് കൂടുകയാണ് because of that. Anything to add on, madam? നമ്മളിപ്പോൾ വി ഹാവ് ടു ക്രിയേറ്റ് അവെയർനെസ് മാഡം. ഒരു പനി വന്നാൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ഗൂഗിളിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു പനി വന്നാൽ ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടോ ഇങ്ങനെയാണ്. ഐ എം നോട്ട് എ ഡോക്ടർ, ബട്ട് വി ഓൾ ഗൂഗിൾ ആൻഡ് സീ ബിഫോർ വി മീറ്റ് എ ഡോക്ടർ. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് അവെയർനെസ് ആണ്. ആൻഡ് വി ഹാവ് ടു ബ്രിങ് ഇൻ എ സ്ട്രോങ് റെഫറൽ സിസ്റ്റം. പെരിഫറീസിൽ നോട്ട് നമ്മൾ ഈ പേരൻറ്റ് ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ വേർ പീപ്പിൾ ക്യാൻ കം, ദേ ഹാവ് ടു ഹാവ് ദ അഷ്യൂറൻസ് that they can come to the parent hospital anytime. Telemedicine പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, where they have access to the consultant in the city. Madam നേരത്തെ പറഞ്ഞ apprehension that your consultants don't like to go to the rural areas, but they definitely will do telemedicine. അപ്പോൾ അങ്ങനത്തെ ആധുനിക സംവിധാനങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താം to create a good referral system എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ മാഡം പറഞ്ഞ 2-3 പ്രാവശ്യം പറയണ്ടേ ഗൂഗിൾ റിവ്യൂസിനെ കുറിച്ച്. സോ നമ്മളിപ്പോൾ ഹോട്ടലിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിന് എന്തെടുത്തു കഴിഞ്ഞാൽ അതിനൊരു റേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഹോസ്പിറ്റൽസിനൊരു റേറ്റിംഗ് സിസ്റ്റം ഇല്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് NABH, ISQ, ISO, ലൈക്ക് ലോഡ് ഓഫ് തിങ്സ്. പക്ഷേ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആണ്. എനിക്ക് NABH കിട്ടി, ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടിയില്ല, തേർഡ് കിട്ടി, എന്നാലും കിട്ടിയെന്ന് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽസ് ആർ ഓൾസോ ദെയർ, ഈവൻ ഇൻ സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റൽസ്. സോ how can a hospital be rated? One more thing എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചൊരു നെഗറ്റീവ് റിപ്പോർട്ട് ഗൂഗിൾ, ഇപ്പോൾ ലൈക്ക് നമ്മൾ എത്ര കെയർ കൊടുത്താലും സംടൈംസ് പേഴ്സൺസ് ഡൈ. പക്ഷേ ദ ഫസ്റ്റ് തിങ് ഈസ് സാറ് പറഞ്ഞ പോലെ വേഗം പോയിട്ട് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിവ്യൂ ഗൂഗിളിൽ ഇടുക, ദിസ് ഹോസ്പിറ്റൽ ഇസ് ബാഡ്. ദാറ്റ് മേ നോട്ട് ബി ദ റൈറ്റ് തിങ്. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ഹോസ്പിറ്റൽസിനൊരു എല്ലാവർക്കും കൂടി ഒരേ ഒരു റേറ്റിംഗ് സിസ്റ്റം വേണം? ആൻഡ് I don't think it's possible, but still then what do you think about it? I love this question because ഞാൻ ബേസിക്കലി ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ എൻ്റെ ബ്ലഡിൽ പോകുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഹോട്ടൽസിൽ വി ഹാവ് ഗോട്ട് 1 star, 2 star, 3 star, വെരി ക്ലിയർ കട്ടാണ്. ഹെൽത്ത് കെയർ ഇസ് വെരി ഫ്രാഗ്മെൻറ്റഡ് and healthcare is very diverse. I cannot be compared to a 1000-bed hospital. I cannot be compared to a 300-bed hospital in Delhi. അപ്പോൾ this is the problem, location wise, geography, number of beds, the kind of services that I offer. ഞാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിരിക്കാം, സ്റ്റാൻഡ് അലോൺ ആയിരിക്കാം. അപ്പോൾ റേറ്റിംഗ് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ കാണുന്നൊരു ലാക്യുന, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ MD ചോദിക്കും, സന്ധ്യ വാട്ട് ഈസ് ദ ബെഡ് ടു ബെഡ് ഡിസ്റ്റൻസ് ദറ്റ് ഐ ഷുഡ് ഹാവ് ഇൻ എൻ ICU. നമ്മൾ പോയി റെഫർ ചെയ്യണം. ദർ ഇസ് നോ സിംഗിൾ കോഡ്. ഇപ്പോൾ ഒരു എൻജിനീയറിനോട് ചോദിക്കുകയാണെങ്കിൽ ഹി ഹാസ് ഗോട്ട് എ നാഷണൽ ബിൽഡിംഗ് കോഡ്, ബട്ട് വാട്ട് ഈസ് ദ റെഫറൻസ് ദറ്റ് വി ഹാവ് ആസ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്? ഐ ഡോണ്ട് നോ. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഡ് ഇന്നും ഹെൽത്ത് കെയറിലില്ല. ദാറ്റ് ഈസ് another problem. There are rating systems. If NABH is by choice. I decided to go for NABH because I want to be on the forefront. പക്ഷേ ഇതല്ലാതെ മാഗസീൻസിൽ ഓർ സർവേ കണ്ടക്ട് ചെയ്യുന്ന വീക്ക് ഹൻസ സർവേ, ഔട്ട്ലുക്ക്, ഇവരൊക്കെ ചെയ്യുന്നുണ്ട് റേറ്റിംഗ്. They have a good system also. They do it city-wise, they do it bed-wise, they do it specialty-wise. So we should learn from that. We probably can use ABDM പോലെയുള്ള platforms, in future to take feedback from patients, to rate hospitals. But then again, we have to check the misuse of it and also ethics. ഇത് രണ്ടും കൂടി നോക്കേണ്ടി വരുന്നു. റേറ്റിംഗ് നല്ലതാണ്, എങ്ങനെ ചെയ്യും എന്നുള്ള ചർച്ചകൾ വളരെ ഇതുപോലെയുള്ള ഉച്ചകോടികൾ ഉണ്ടായാൽ
probably we will be able to come out with a good solution. Thank you. Sir. മാഡം പറഞ്ഞതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡു ഇറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്ലി ഡു ഇറ്റ്. പുറം രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി ഉണ്ട്, ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ്, ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദർ ഇസ് എ വെരി സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഓഫ് ഡൂയിങ് ഇറ്റ്. പക്ഷേ അത് സ്ട്രിക്ട്ലി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. ഈവൻ ഗൂഗിൾ റിവ്യൂസ് പോലും എത്രയേറെ ഓൾട്ടേർഡ് ആണെന്ന് നമുക്കറിയാം. ദർ ആർ കമ്പനീസ്, ഇഫ് യു പേ ദം ദേ വിൽ ബ്രിങ് യുവർ പോയിൻ്റ് അപ് ടു ദിസ്. സോ അതൊക്കെ പബ്ലിക് ഫോറംസ് ആണ്, ദാറ്റ് ക്യാൻ ബി ഓൾട്ടേർഡ്. പക്ഷേ അല്ലാതെ സ്ട്രക്ചേർഡായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ചെയ്യാനുള്ള സിസ്റ്റംസ് നാട്ടിൽ കൊണ്ടുവരുന്നത് എളുപ്പമല്ല. ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. ഓക്കെ സർ. ഇനി അതിൻ്റെ ബേസ് ചെയ്ത് ഐ ലൈക്ക് ടു ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. സർ ഒരു ഡയറക്ടറാണ് ഓഫ് അനന്തപുരി ഹോസ്പിറ്റൽ. അപ്പോൾ ഒബ്വിയസ്ലി ഐ എം ഗിവിങ് യു എ സിനാറിയോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എത്രയൊക്കെ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, ഈവൻ വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ ആ രോഗി ഡെത്ത് ആവുന്നുണ്ട്. But once they die, the patients, bystanders, nobody is willing to pay. So it should be accessible healthcare, പക്ഷേ അത് ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വാട്ട് ദേ ഡു ഇസ്, ഈവൻ ഇഫ് ദർ ഇസ് നോ പ്രോബ്ലം, നമ്മൾ ഗൂഗിളിലിടും, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. ഇപ്പോൾ ഒക്കെ ബ്ലോഗ്സ് ചെയ്യും. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു എഫക്റ്റ് യു നെഗറ്റീവ്ലി ഡെഫിനറ്റ്ലി. ആൻഡ് ഐ എം കമ്മിങ് ഫ്രം മലപ്പുറം. വി ഹാഡ് എ കേസ് ദെയർ വെയർ ഇതുപോലെ ഒരു പേഷ്യൻറ്റ് ഡൈഡ് ആൻഡ് ദെൻ ഇവരെല്ലാവരും കൂടി ജാഥ നടത്തി. Like they did everything according to the protocol, all the doctor communities we discussed, and there was no problem to say. പക്ഷേ from the next day onwards, the patient load dhumnu kornu. One of the things what we knew was they asked for money and the hospital was not willing to pay for that. So how do you address this situation? So addressing potential complications which can happen to a patient in the medical or surgical scenario, potential death which can happen in the ICUs or otherwise. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഹൈ പ്രയോറിറ്റി ഏരിയയാണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് പ്രയോറിറ്റൈസ്ഡ് ഇനഫ്. അത് കാരണമുള്ള റിപ്പർക്കഷൻസ് ഒരുപാട് ഡെയിലി ഫേസ് ചെയ്യാൻ ഉറക്കം കളഞ്ഞിട്ടുള്ള രാത്രികളുടെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ റൈറ്റ് ഓഫ് ദ ബാറ്റ്. അത് ഇപ്പോഴും വളരെ വീക്കാണ് നമ്മുടെ സിസ്റ്റത്തിൽ. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ പ്രശ്നങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ട് വരാം എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ലൊരു ക്ലാരിറ്റി ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻസിനും ഉണ്ടാകണം. പർട്ടിക്കുലർലി പ്രൊസീജിയർ റിലേറ്റഡ് ആണെങ്കിൽ, അവർ ഒരു സർജറിക്ക് പോവുകയാണ്, ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ബിയോണ്ട് അവർ കൺട്രോൾ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് വരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനും കൺസെൻറ്റ് സൈനിങ്ങിന് മുമ്പ് നടക്കുക എന്നുള്ളത്. ഇപ്പം ഓഡിയോ വിഷ്വൽ എയ്ഡോടുകൂടി ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇതാണ്. ഞങ്ങൾ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു ഡിസ്കഷൻ വരാതിരിക്കാനായിട്ട്. സോ അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെൽ ദം വാട്ട് ക്യാൻ ഗോ റോങ്. പിന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് ഒരു എവല്യൂഷൻ വരികയാണെങ്കിൽ ഓണസ്റ്റായിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രശ്നം പറ്റുമ്പം അത് ഡോക്ടേഴ്സ് തന്നെ അത് ആദ്യം ഉൾക്കൊള്ളണം. ഇത് അല്ലാതെ പറ്റാകുന്ന പ്രശ്നം മെജോറിറ്റി ഓഫ് ദം ആർ എക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ്. അത് അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു വയ്ക്കുകയും വരുമ്പം ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ പകുതിയും മാറി. ഇനി വളരെ ചുരുക്കത്തിൽ സംഭവിക്കാവുന്ന അൺഎക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് വളരെ റെയറായിട്ട് കൈപ്പിഴ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. നമ്മളാരും ദൈവങ്ങളല്ല. ഒരു സർജറി ചെയ്യുന്നതിനിടയ്ക്ക് പല കാരണങ്ങളാൽ ഇറ്റ്സ് നോട്ട് ഈവൻ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം വന്നിട്ട് വരാവുന്ന പ്രശ്നങ്ങൾ. ഇതും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ ഉള്ള പേഷ്യൻസ് ആൾക്കാർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കൺസ്യൂമർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, എന്തോ ആശുപത്രി പോയാൽ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ആരോഗ്യം എന്നുള്ള ഒരു ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. ആ ധാരണ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചതും ആശുപത്രികൾ തന്നെയാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്ത് ഇവിടെ വന്നാൽ ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടും, എന്നിട്ട് അതിന് ഇപ്പം ഈ മറ്റേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പം റേറ്റും നമ്മൾ അഡ്വർടൈസ് അല്ല ഡിസ്പ്ലേ ചെയ്യണം. അത് കാരണം വരാൻ പോകുന്ന പ്രശ്നങ്ങൾ മൾട്ടിറ്റ്യൂഡാണ്. കാരണം ഒരു ഫോൺ കടയുടെ ഫ്രണ്ടിൽ ഫോണിൻ്റെ വില എത്രയാണെന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത്രയും വ്യത്യസ്തമായ ഫോണുകളുണ്ട്. പല സാഹചര്യങ്ങളിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ
എന്നിരുന്നാലും ഏതൊരു പ്രൊസീജിയറും ആ രോഗിയുടെ പല ആസ്പെക്ട്സ് അനുസരിച്ച് അതൊരു കോംപ്ലക്സ് സർജറി ആയി മാറാം, സിമ്പിൾ സർജറി ആയിട്ട് നിൽക്കാം. ഇതൊന്നും ഒരു റേറ്റിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളൊന്ന് വ്യതിചലിച്ചു. സോ കൈൻഡ് ഓഫ് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടാണ്. കാരണം അവരത് കേട്ടുകൊണ്ടിരിക്കത്തില്ല. അവരിത് സംസാരം തുടങ്ങിയ പാടെ തന്നെ അവർ ഇത് നിങ്ങൾക്ക് പറ്റിയ പ്രശ്നമല്ലേ, ഞങ്ങൾക്ക് പിന്നെ സ്ഥിരമായിട്ടുള്ളൊരു ഡയലോഗാണ്, നടന്നു വന്ന രോഗിയാണ് ഇപ്പം എന്താ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. സ്ഥിരമായിട്ടുള്ളതാണ്. ഒരു ലിമിറ്റിൽ കൂടുതലൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്ട്രോക്ക് ആയിട്ട് വരികയാണെങ്കിൽ എല്ലാ സ്ട്രോക്ക് പേഷ്യൻറ്റിനെയും വിളിച്ച് ഈ സ്ട്രോക്ക് നാളെ വേറൊരു ഇതായിട്ട് മാറാം, അങ്ങനെയാണെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറാം എന്ന് എല്ലായിടത്തും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരും കുറവാണ്. അപ്പോൾ അവർ പറയുന്നത് നടന്നു വന്ന രോഗിയാണ്, ഇന്നിപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ കയറിയത് വരെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഇത് ഈ മനോഗതിയുടെ ഇഷ്യൂ ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാവുന്നിടത്തോളം ഇവരുടെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തല്ലാൻ വരും, അവർ ആശുപത്രി അടിച്ചു പൊട്ടിക്കും. അത്തരം ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെൻറ്റും അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ കൽക്കട്ടയിലും മറ്റ് ഇൻസിഡൻ്റലായിട്ട് പല സ്ഥലങ്ങളിലും ഇഷ്യൂസ് കാണുന്നുണ്ട്. പക്ഷേ ഫോർ സം റീസൺ കേരളത്തിൽ അത് കൂടുതലാണ്. അത് മലയാളികളുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, ഈ കൺസ്യൂമർ ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇത് അവരുടെ ഒരു അധികാരം, പ്രിവിലേജ് ആയിട്ട് അവർ കാണുന്നു. അല്ലാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് സർവീസാണ്. ഡോക്ടേഴ്സ് മാക്സിമം അവരുടെ കഴിവിനൊത്ത രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ അൺആൻറ്റിസിപ്പേറ്റഡും ആൻറ്റിസിപ്പേറ്റഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രധാന ഘടകം. താങ്ക് യു മാഡം. ഇഫ് ഐ മേ ആഡ് മാഡം, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഫ്രീ എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഹൈലി സബ്സിഡൈസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സും നമ്മുടെ പണവും വെച്ചിട്ടാണ് അവർ വീണ്ടും അതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും മറന്നുപോകുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഗവൺമെൻറ് റേറ്റിൽ എനിക്ക് സർവീസ് കിട്ടണം എന്നുള്ളൊരു ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് പലരിലും കാണുന്നത്. അതാണ് മാറേണ്ടത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ആവശ്യതയുണ്ടോ എന്നുടനെ ചോദിക്കാമായിരിക്കാം. മാഡം, ഇറ്റ് ഹാസ് ടു ബി ഫ്രാഗ്മെൻറ്റഡ്. ഗവൺമെൻറ് നമ്മളിപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ ഒറ്റ ഒരു ഗവൺമെൻറ് പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് അത് സാധ്യമല്ല, അത് നല്ലതുമല്ല. എക്സാമ്പിൾ ഇസ് സാൻ ഫ്രാൻസിസ്കോ. You have a fragmented healthcare society and it's doing extremely well. Washington financially, economically വളരെ forward ആണ്. പക്ഷേ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് നോട്ട് സോ ഗുഡ്. റീസൺ ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പബ്ലിക് എന്ന് പോയത് കൊണ്ടാണ്. അപ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് വി നീഡ് ആസ് ഇൻ കേരള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ആൻഡ് രണ്ടിലും ഒരു അന്തരമുണ്ട്. രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ അലോങ് വിത്ത് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു, അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമ്മുടെ ക്വാളിറ്റി ഹെൽത്ത് കെയറും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈസ് ദെയർ എനി സ്ട്രാറ്റജിക് ഐഡിയാസ് യു ക്യാൻ പുട്ട് ഫോർത്ത് ഫോർ ആൻ ഈസി ആക്സസ് ഫോർ ദ പബ്ലിക്? ഡെഫിനറ്റ്ലി മാഡം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു BGF പോലെയുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇറ്റ് ഈസ് ദെയർ ഇൻ ഇന്ത്യ ഓൾറെഡി ഇൻ സം സ്റ്റേറ്റ്സ്. ലെറ്റ്സ് ഇംപ്ലിമെൻറ്റ് ഇൻ കേരള ഓൾസോ, where we give funding, we encourage health sector. ഏത് ഗവൺമെൻറ് വന്നാലും കേരളത്തിൽ ഫോർച്ചുനേറ്റ്ലി ഹെൽത്തിന് നല്ലൊരു ബഡ്ജറ്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ സാദുള്ള സാർ പറഞ്ഞതുപോലെ ഫാർമസിയിൽ കുറേ പുതിയ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ഫേവറബിൾ ടു ഹോസ്പിറ്റൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വരണം. ഇലക്ട്രിസിറ്റി ഫോർ എക്സാമ്പിൾ, റേറ്റ്സിൽ സ്ലാബിൽ വ്യത്യാസം വരണം. വാട്ടർ, ഞങ്ങളുടെ ബേസിക് എമ്യൂണിറ്റീസ്, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ലൈഫ്, അത് തരണം. GST, റൂംസിൻ്റെ ടാക്സ്, നമ്മളിപ്പോൾ ലക്ഷറി ടാക്സാണ് അടയ്ക്കുന്നത്. ഇപ്പോൾ ദിസ് ഈസ് നോട്ട് ഫെയർ. അപ്പോൾ ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് അസ് ടു ബ്രിങ് ഡൗൺ അവർ റേറ്റ്സ്, പ്ലീസ് ഫൈൻഡ് ഔട്ട് വെയർ ആർ എക്സ്പെൻസസ് ഇസ്, അതിനെങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുക. ഇത്തരം ഇന്നോവേറ്റീവ് ഔട്ട് ഓഫ് ദി ബോക്സ്, ഇത് ഔട്ട് ഓഫ് ദി ബോക്സ് അല്ല, പക്ഷേ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, കാരണം നമ്മളിത് ചിന്തിക്കുന്നില്ല. സോ ലെറ്റ് us think along those lines and reduce cost, not complain that rates are high. Understood, madam. Sir, same thing, anything to add on to it? അതിനകത്ത് ആഡ് ചെയ്യാൻ ഒരുപാടുണ്ട്. ഇപ്പം മെഡിസപ്പ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്.
നമ്മുടെ ആശുപത്രികളിൽ ഒരുവിധം ഡീസൻ്റ് ആയിട്ടൊരു ഹേർണിയ സർജറി എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഒരു 60,000 എന്തെങ്കിലും ആകും. പക്ഷേ മെഡിസപ്പിൻ്റെ റേറ്റ് അതിൻ്റെ ഒരു 1/3 ഉള്ളൂ. 20,000 മെഡിസപ്പിൻ്റെ റേറ്റ്. സോ അത് ഇറ്റ്സ് നോട്ട് വയബിൾ. ഇറ്റ് ഇസ് നോട്ട് വയബിൾ. അത് ഗവൺമെൻറ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു സേ. അവർ കൈൻഡ് ഓഫ് പബ്ലിക് പെർസ്പെക്റ്റീവ് എന്ന് കാണുകയാണ്. അവർക്ക് ദേ വാണ്ട് ടു റോൾ ഔട്ട് എ സ്കീം which they can make use of anywhere, and then they are compelling the hospitals to be delivering that care at that particular rate, which is not feasible to begin with. അതിനകത്ത് ഹെൽത്ത് എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ മെഡിസപ്പ് തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് ഓറിയൻ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഡ്രിവൺ ബൈ എൻ ഇൻഷുറൻസ് കമ്പനി വേർ ദേ ആർ വർക്കിംഗ് ഓൺ എ പ്രീമിയം ബേസിസ്. So when I look at it, it can potentially be restructured in a way that ഇപ്പോൾ വാങ്ങിക്കുന്ന പ്രീമിയം വളരെ ചെറുതാണ്. കുറച്ചും കൂടെ ഒരു നോമിനൽ പ്രീമിയത്തിലേക്ക് കൊണ്ടുവന്ന് വയബിളായിട്ടുള്ള രീതിയിലുള്ള ഒരു പാക്കേജിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നേരത്തെ ഇവിടെയുള്ള IAS തന്നെ അതിനുത്തരം പറയേണ്ടിയിരിക്കുന്നു. വേറെ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, മറന്നുപോയി. If nothing, I'll go to the last question. Okay, and we'll move on to the audience then. അപ്പോൾ sir നേരത്തെ പറഞ്ഞ rates. So അപ്പോൾ High Court recently they said you have to. What is wrong in showing like rates? കാരണം ഈ പറഞ്ഞ പോലെ 300 bedded hospital, 1000 bedded hospital, അവർ ചെയ്യുന്ന ഓരോ സർജറീസ് everything is different. But what if നമ്മൾ ബില്ല് വരുമ്പോഴും ഇതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് റേറ്റ്സ് ആണ്. So what is wrong in showing that this is going to happen? അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വന്നാൽ ഇന്നത് ചെയ്യാൻ ഇത്ര റേറ്റ് ആവും എന്ന് പബ്ലിസൈസ് ചെയ്യുന്നതിന് even when the High Court says you have to do it, what is wrong in that? So ഇതിനകത്ത് the broader this thing we need to talk about is financial counseling to the patient. That I think is very important. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് പോലും പലപ്പോഴും വന്ന് കയറിയപ്പം ഒരു ചെറിയ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഇത്രയിൽ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പിന്നെ വെന്റിലേറ്ററിലായി ആഴ്ചകളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നു. പിന്നെ ലക്ഷങ്ങളായി മാറുന്നു ബില്ല്. അപ്പോഴാണ് ആൾക്കാരുടെ വിധം മാറുന്നത്. അവിടെയാണ് ഫിനാൻഷ്യൽ കൗൺസിലിങ്ങിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. ഈ റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഡോമിനൻറ്റ് ഇൻറ്റൻഷൻ ഇസ് ഓൾസോ മേക്കിംഗ് ദം അവെയർ ഓഫ് ഹൗ മച്ച് ഇറ്റ് വിൽ ബി, ഹൗ മച്ച് ടു ആൻറ്റിസിപ്പേറ്റ്, ആൻഡ് ദെൻ making sure that certain hospitals do not go into unfair practices of overbilling and escalating for various reasons. ഇത്തരം ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. പക്ഷേ ഈ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഈ റേറ്റ് എക്സിബിറ്റ് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാളും ഒരു നല്ലൊരു ഫിനാൻഷ്യൽ കൗൺസിലിംഗ് സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, വേർ there has to be a financial counseling desk at every hospital where the patient has to be informed about ഈ ചികിത്സയ്ക്ക് സാധാരണ എത്രയാകും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിന് പല ഗ്രഡേഷൻസ് ഉണ്ട്. പല കാരണങ്ങളാൽ ഇപ്പോൾ ഒരു ഹേർണിയ സർജറിക്ക് ലെറ്റ്സ് സേ 60,000 rupees നോർമലി ആകുമായിരിക്കാം. പക്ഷേ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയാകാം. അല്ലെങ്കിൽ ചിലർക്ക് ഈ സർജറി സ്ട്രെയിറ്റ് ഫോർവേഡ് ആകണമെന്നില്ല. ഒബീസായിട്ടുള്ള പേഷ്യൻസിൽ സാധാരണ സർജറി തന്നെ കോംപ്ലക്സായി മാറാം. അപ്പം സർജറിയുടെ കോംപ്ലക്സിറ്റി തന്നെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലവിൽ വ്യത്യാസം വരാം. അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പ് കെയർ ദൈർഘ്യം വരികയാണെങ്കിൽ കൂടുതൽ ദിവസം ICU കിടക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്നു. ആ വ്യക്തിക്ക് അപ്രതീക്ഷിതമായിട്ട് വേറെ ലങ് ഇഷ്യൂസ് ഉള്ളത് കാരണമാണ് വെന്റിലേറ്ററിൽ പോയത്, അതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള സാധ്യതകളുണ്ടെന്നും അത്തരം സാധ്യതകൾ വരികയാണെങ്കിൽ എത്ര വരെ ചിലവ് കൂടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ബൈ ഡിഫോൾട്ട് കാണിക്കാനായിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് റേറ്റ്സ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ ഒരു റേറ്റ് മാത്രം എക്സിബിറ്റ് ചെയ്താൽ അതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ദർ ഇസ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ദേ ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് ഇത്രയല്ലേ ഉള്ളൂ, അതാണല്ലോ നിങ്ങൾ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ബില്ല് വന്നപ്പോൾ എന്താ ഇത്രയായത് എന്ന് പറയുമ്പം അവരെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ അവർ വളരെ അൺറീസണബിളായിട്ട് ഗവൺമെൻറ് ഇത്രയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ കൂടുതൽ അടയ്ക്കില്ല എന്ന് വളരെ തറപ്പിച്ച് പറഞ്ഞു പോകുന്നവരുണ്ട്. അടയ്ക്കാൻ പറ്റുമെങ്കിലും ഇത് അവരുടെ പ്രിവിലേജാണ്, ഇതാണ് എന്ന് ധരിച്ച് നമ്മളുമായിട്ട് സഹകരിക്കാതെ
വരികയും അത് കാരണം നമ്മൾ ഇത്രയും മെനക്കെട്ട് വി ടുക്ക് കെയർ ഓഫ് ദം, അവസാനം അവർക്ക് പറഞ്ഞിട്ട് പോകാനുള്ളതാണ് എന്ന്. ദാറ്റ് ഇസ് ദ വേർസ്റ്റ് പാർട്ട് ഓഫ് ദിസ് തിങ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു രീതിയിലാണ് അവസാനം നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മാഡം, ഹെൽത്ത് കെയറിൽ സ്കില്ലെന്നൊരു കാര്യം കൂടിയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൾ അബൌട്ട് മണി അലോൺ. നമ്മളൊരു വീട് പണിയുന്നു, ഐ ക്യാൻ ഗോ ടു എ ബെസ്റ്റ് ഓഫ് ആർക്കിടെക്ട് ഓർ ഐ ക്യാൻ ഗോ ടു എ ഓർഡിനറി ആർക്കിടെക്ട്. I can buy myself ഒരു Michael Korsന്റെ watch or I can buy a Titan watch. So എല്ലാ watchesഉം has to be necessarily priced at the same figure എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് മാഡം? അപ്പോൾ ഡോക്ടർ ടു ഡോക്ടർ ഇറ്റ് ക്യാൻ വേരി because it is a skill. It is not a product. It is more of a service. അപ്പോൾ it is very hard to arrive at packages. Having said this, I do agree ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ പാക്കേജസ് ചെയ്യുന്നുണ്ടെന്ന്. But there is a provision to keep changing it, when the treatment changes, when your patient condition changes, there is a process by which you rework on it. പക്ഷേ CEL വരുമ്പോൾ, as sir rightly pointed out, we are displaying it ആദ്യമേ. So the patient comes with a mindset that in a procedure-ന് 30,000 rupees ആവും. So that is not fair. അത് അങ്ങനത്തെ ഒരുപാട് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. We are not against Clinical Establishment Act per se, but there are issues which need further discussions. That is what private hospitals are saying. Even data sharing. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിൻ്റെ ഡേറ്റ ഐ ട്രീറ്റ് ഇറ്റ് ആസ് മൈൻ. സോ ഇഫ് ഐ വർ ടു ഷെയർ ഇറ്റ് ഓൺ എ പ്ലാറ്റ്ഫോം, സംബഡി എൽസ് ഇസ് ഗോയിങ് ടു യൂസ് ഇറ്റ് ഫോർ എ റിസർച്ച് പർപ്പസ്. ഐ മൈറ്റ് ബി വർക്കിംഗ് ഓൺ ഇറ്റ് ടു ബ്രിങ് എ പബ്ലിക്കേഷൻ. അത് by the time I'm working on it, somebody has already brought out a publication. So we need a comprehensive, ഇതുപോലെ ഒരുപാട് ചർച്ചകൾ വേണം, where we come to a solution. Thank you, ma'am. Questions to the public? Okay, this is not just a question, maybe an opinion as well, but maybe pointing to Dr. Anand. You mentioned a few points how the public is reacting on various occasions. And Madam, you also mentioned about how the public is perceiving certain things from their perspective. You think this is it's a high time to educate the public. നമ്മൾ സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ സാക്ഷരതയുടെ ഒരു ആവശ്യം ഇന്നില്ലേ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. മേ ബി എ മീഡിയ ലൈക്ക് മാതൃഭൂമി ക്യാൻ ടേക്ക് ഇറ്റ് ഫർദർ ടു ഗീവ് എ സർട്ടൻ അവെയർനെസ് ഫ്രം ദ കിഡ്സ് ഓൺവേർഡ്സ്. സി വാട്ട് ഈസ് എ മെഡിക്കൽ കെയർ ആൻഡ് ആസ് എ സിറ്റിസൺ വാട്ട് യു ആർ സപ്പോസ് ടു ഗെറ്റ്, ആൻഡ് ഇഫ് യു ഗോ ടു എ ഹോസ്പിറ്റൽ വാട്ട് യു ആർ സപ്പോസ് ടു ഗെറ്റ്, വാട്ട് ആർ തിങ്സ് യു ക്യാൻ ഒപ്പോസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് റിലവൻറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു ആസ് വെൽ. ഡെഫിനറ്റ്ലി ഇതൊരു ബേബി സ്റ്റെപ്പാണ്. ഈ മാതൃഭൂമി ചെയ്തിരിക്കുന്ന ഈ ഒരു സംരംഭം ഒരു ബേബി സ്റ്റെപ്പാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇറ്റ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ട്രിവാൻഡ്രം ഐ ഹാവൻറ്റ് സീൻ ഓർ ഹേർഡ് ഓഫ് മോർ ഓഫ് സച്ച് കൈൻഡ് ഓഫ് സമിറ്റ്സ്. പക്ഷേ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ ഇതിൻ്റെ ടേക്ക് ഹോം മെസ്സേജസ് പബ്ലിക്കിൽ റീച്ച് ചെയ്യാനായിട്ട് മാതൃഭൂമി പോലെയുള്ള പ്ലാറ്റ്ഫോമിന് പറ്റും. ഇപ്പോൾ നമ്മൾ ഇത്ര പേര് ചർച്ച ചെയ്തത് നമ്മൾ ഇത്ര ഒരു 100-200 പീപ്പിൾ മാത്രമായിരിക്കാം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും. ബട്ട് ആക്ച്വലി കേരളയിൽ വി ആർ ഗുഡ് ഇൻ ഡിസ്കഷൻസ്. വി ഡു എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ്, വി ഡു എ ലോട്ട് ഓഫ് തിങ്കിങ്, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഫൈനലായിട്ട് ഒരു കൺക്ലൂഷനിലോട്ട് വരുന്നില്ല. ഹൂ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്? ദാറ്റ് ഈസ് വെയർ മാതൃഭൂമി ക്യാൻ ഡു എ ലോട്ട് ഓഫ് work. They can make sure that either all these take home messages that we discussed today, sir, goes to the public. എന്നാൽ മാത്രമേ ഇതിന് പ്രയോജനമുള്ളൂ, ഈ ഒരു സമ്മിറ്റിനും പ്രയോജനമുള്ളൂ. വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഹൗ ഫീസിബിൾ ഇറ്റ് ഇസ് ഐ ഡു നോട്ട് നോ, ബിക്കോസ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ദിസ് unregulated media out there these days, which is a social media on YouTube and Insta and what not. അബ്സല്യൂട്ട്ലി അൺറെഗുലേറ്റഡ്. അതിനകത്തൊരു പേജ് തുടങ്ങാനും അവിടെ എന്ത് പ്രസിദ്ധീകരണം ഇടാനും ദർ ഇസ് നോ നോംസ് അറ്റ് ദിസ് പോയിൻറ്റ്. കുറച്ച് സൈബർ സെല്ലും ബാക്കി കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അത് പിക്കപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് എനിബഡി ക്യാൻ ഗോ ഔട്ട് ദെയർ ആൻഡ് സേ എനിത്തിങ് ആൻഡ് ദെൻ വി ആർ ഫേസിങ് ദ ബ്രണ്ട് ഓഫ് ദാറ്റ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആശുപത്രികളിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, ഒരു പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചിട്ട് ഇതിനകത്ത് കുറേ കണ്ടൻറ്റ് മേക്കേഴ്സ് ഉണ്ട്. ഇത് വൈറലാകാൻ പറ്റിയ ഒരു
ആശുപത്രി ചീത്ത വിളിക്കുക, ഡോക്ടറെ ചീത്ത വിളിക്കുക, ലിറ്ററലി കരിവാരി തേക്കുക. എന്തിനാണ്? ആൻഡ് ദെൻ ഇത് ജനങ്ങൾക്ക് കേൾക്കേണ്ടത് ഇതാണ്. ഒരു നല്ല ഒരു ആശുപത്രിയെക്കുറിച്ച്, അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ, ലിറ്ററലി ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സച്ച് ചാനൽസും ഉണ്ട്, ആൾക്കാരുമുണ്ട്, കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കച്ചിത്തുരുമ്പിനെ വച്ചിട്ട് എങ്ങനെ അവരുടെ ചാനൽ വൈറലാക്കി മാറ്റാം. ആൻഡ് സോ മച്ച് മിസ്ഇൻഫർമേഷൻ ഔട്ട് ദെയർ. ഇതാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. ആരും ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും TV ചാനൽ ആരും കാണുന്നില്ല. എല്ലാവരും ഫോണിലുള്ള ഇൻസ്റ്റയും യൂട്യൂബാണ് കാണുന്നത്. അതിനകത്ത് ആൽഗറിതംസ് ഉണ്ട്. ഇവരൊരു സംഗതി പോയി ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അതേപോലത്തെ സംഗതി പടപടാന്ന് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദേ ആർ ഇൻറ്റൻഷനലി ബീങ് ഫെഡ് മിസ്ഇൻഫർമേഷൻ ത്രൂ ആൽഗറിതംസ് വിച്ച് Mark Zuckerberg and the rest of the teams have made, and it's a very intentional sensationalism of the whole system to make whatever that social media more അതിനകത്ത് there is a revenue end to this. ഈ വൈറലാകുന്നതിൻ്റെ ഉദ്ദേശം അതിനകത്തുള്ള വ്യൂസ് കൂടി, അതിൻ്റെ അവേഴ്സ് ഓഫ് വാച്ച് കൂടി എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിൽ ഇരുന്ന് ഒരു ന്യൂസും എടുത്ത് അതിനെ ഒരു ഐറ്റം ആക്കി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് അവിടെ പൈസ അയച്ചു കൊടുക്കും. സോ ഇറ്റ് ഇസ് ദ മീഡിയ, ദിസ് അൺറെഗുലേറ്റഡ് മീഡിയ ഇസ് സോ അൺറെഗുലേറ്റഡ് ആൻഡ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ് ആൻഡ് കറപ്റ്റഡ് ദാറ്റ് നമ്മൾ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ നോക്കുകയാണെങ്കിലും ഇതുമായിട്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. Having said that, any more questions? Yeah, I have a question. Sir, just to add on to what you have mentioned here. Hi, my name is Ajay. I actually run a marketing company in Technopark. So, very close to what you have mentioned. Sir, ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും നമുക്കുണ്ടല്ലോ. Why don't we have, why don't you have your own channels where you can talk? I believe you already have that. When ഞങ്ങളും actually in part of this, we also started working with hospitals and healthcare segment. We also created a portal which is showing up like best hospitals in Trivandrum എന്നൊക്കെ പറഞ്ഞ് സെർച്ചിൽ വരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്ത വൺ ഓഫ് ദ ചാലഞ്ച് വാസ് ഹൗ ആർ വി റേറ്റിംഗ് ഇറ്റ്. നേരത്തെ കുറച്ച് മാഡം ഓൾറെഡി മെൻഷൻ സം തിങ്സ്. പക്ഷേ ഒരു ജനറൽ പബ്ലിക്കിന് ഇതൊരു ഹോസ്പിറ്റൽ കാണുമ്പോൾ വി ഹാവ് ബിഗ് ബ്രാൻഡ്സ്, ഇപ്പോൾ പേര് കേട്ട് കഴിഞ്ഞാൽ അറിയാവുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും for a general public, how can we also contribute, like, okay, because of this and this, we have ranked. We of course have a area where we can have featured listing, number sponsored ad, but other than that, what are some of the criteria that you recommend? We are on the other side, we are not on the hospital side, but here the topic is easy access to quality healthcare. അപ്പോൾ അതും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ബിക്കോസ് ദി മോർ യു ഗീവ് അവെയർനെസ്, പീപ്പിൾ വിൽ ഗെറ്റ് ടു നോ ലൈക്ക് ഓക്കെ ദിസ് ഇസ് വാട്ട് യു ആർ ഇൻ റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വാർ നടന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ് പറയുന്നതാണ് ഇത് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ വി ട്രസ്റ്റ് ദം. കുറേ ഫേക്ക് ന്യൂസ് വരുന്നെങ്കിലും ഗവൺമെൻറ് പറയുമ്പം അതിനൊരു അതോറിറ്റി ഉണ്ട്. സിമിലർലി ഹോസ്പിറ്റൽസ് വിൽ ഹാവ് ദ അതോറിറ്റി ടു സേ ദാറ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹാപ്പൻ ടു ദിസ് പേഷ്യൻറ്റ് എന്നുള്ളത്. സോ ഐ ബിലീവ് വി ഷുഡ് ഹാവ് സച്ച് ചാനൽസ്. ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, എങ്ങനെയായിരിക്കും നമുക്കൊരു ലിസ്റ്റിങ്ങിലോട്ടും ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നോ, ഇഫ് യു ക്യാൻ ഗീവ് സം തോട്ട്സ് ഓൺ ദാറ്റ്, ബോത്ത് ഓഫ് യു, മാഡം. പറഞ്ഞത് ശരിയാണ്. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് ഇൻഫർമേഷൻ ഔട്ട് ദെയർ. ഇപ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ അബൌട്ട് കുട്ടികൾക്ക് എത്ര ആക്സസ് കൊടുക്കാം ഫോണിനും. എനിക്കൊരു 5 വയസ്സുള്ള മോളുണ്ട്. കുറച്ച് അൺട്രസ്റ്റഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഐ നോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഗുഡ് കണ്ടൻറ്റ്. അവർക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ദീസ് കിഡ്സ് ആർ വെരി ക്രിയേറ്റീവ്. ദേ യൂസ് ഇറ്റ് ടു ലേൺ. So there is a lot of positive side as far as social media is concerned, YouTube is concerned. വീട്ടിൽ ഇരുന്നൊരു PhD എടുക്കാൻ പറ്റും എന്തിലും, യൂട്യൂബും വിക്കിപീഡിയയും മാത്രം തുറന്ന് വെച്ചിട്ട്. സോ ദർ ഇസ് the options are out there. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മറ്റ് സൈഡാണ് മുന്നിൽ നിൽക്കുന്നത് ഇൻ ടേംസ് ഓഫ് ദിസ് തിങ്. പക്ഷേ ഓൺ ദ പോസിറ്റീവ് സൈഡ് ഓൾറെഡി ദർ ഇസ് എൻ എക്സിസ്റ്റിംഗ് വളരെ ഓത്തൻറ്റിക് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിനും തന്നെ വളരെ നല്ല രീതിയിലുള്ള ഹെൽത്ത് ഡിസ്കഷൻസും കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ തന്നെ ഇന്ന് മാതൃഭൂമിയുടെ വക തന്നെ പോഡ്കാസ്റ്റും അത് സോഷ്യൽ മീഡിയയിൽ ഡിസമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോ ദോസ് ആർ ഓൾ ഗുഡ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ദർ ഹാസ് ടു ബി സം ഫോം ഓഫ് ഒഫീഷ്യൽ റെഗുലേഷൻ ഓഫ് ദീസ് സോഷ്യൽ മീഡിയ പോർട്ടൽസ്. ഇപ്പം ഫേസ്ബുക്കിലുമൊക്കെ തന്നെ ഓതൻറ്റിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, ബ്ലൂ ടിക്ക് എന്ന് പറഞ്ഞ് ട്വിറ്ററിൽ ഇടയ്ക്കൊരു സംഗതി വന്നിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് റെഗുലേഷൻസ് വരുന്നുണ്ട്. അത്തരം റെഗുലേഷൻസിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരിക.
literally to start a public forum, social media platform, some form of licensing process will have to come, I think, in order to authenticate that their content is genuine and the person is genuine എന്നുള്ള ഒരു സ്ക്രീനിങ് പ്രോസസ്സ് കൊണ്ടുവരേണ്ടി വരുന്നു. പക്ഷേ ഒരു കടൽ പോലെ കിടക്കുന്നൊരു സംഗതിയാണ്. ഇതിനകത്ത് എവിടെ കൊണ്ട് റെഗുലേറ്റ് ചെയ്യും എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു സേ. സോ സം ഫോം ഓഫ് റെഗുലേഷൻ വിൽ ഹെൽപ്പ് ദ പ്രോസസ്. എനിക്ക് തോന്നുന്നു സർ ചോദിച്ചത് എങ്ങനെ റേറ്റ് ചെയ്യാം, ക്വാളിറ്റിയിൽ എങ്ങനെ റേറ്റ് ചെയ്യാം ഹോസ്പിറ്റൽസിനെന്ന്, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മൾ NABH പോകുമ്പോൾ ദർ ഇസ് വൺ വെയിറ്റേജ് ദറ്റ് വി ഡിസ്പ്ലേ ദ ഇൻഫെക്ഷൻ റേറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്ര സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു പോയ മാസം എന്നറിയാൻ പറ്റണം. That is one way that you can rate. You have some indicators to decide the quality of a hospital. Phlebitis എന്ന് പറയും, നമ്മൾ ഇഞ്ചെക്ഷൻ കൊണ്ട്, മേ ബി ഡോക്ടർ വിൽ ബി നോ ബെറ്റർ. You get those inflammations അല്ലേ ഒരു ഇഞ്ചെക്ഷനൊക്കെ തരുമ്പോൾ. So that's a bad indicator. ബെഡ്സോർ എത്ര പേഷ്യൻസിന് വരുന്നു, ഇതുപോലെ ഒരു 5 ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ട് വെബ്സൈറ്റിൽ മാൻഡേറ്ററി ആക്കുക. എല്ലാ ഹോസ്പിറ്റൽസും ഹാവ് ടു compulsorily put this on their website. അങ്ങനെ ചെയ്യുമ്പോൾ rating becomes easier. Public will know that this is the quality of this hospital എന്നുള്ളത്. അത് ബയസില്ലാതെ ചെയ്യണം, വളരെ സുതാര്യമായിട്ട് ചെയ്യണം. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മളിനി. അതുപോലെ തന്നെയാണ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷനും. how to what extent patients are satisfied with your care എന്നുള്ളത്. Thank you, ma'am. Thank you, sir. So this was our session, easy access to quality healthcare and advantage to the public. സമയക്കുറവുകൊണ്ട് ഞാനത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലാവും there is a gap already in this system. So we have to bridge the gap. We have to bring the quality assessment back in action. How അതിൻ്റെ മാനദണ്ഡങ്ങൾ കാര്യങ്ങൾ നമുക്ക് എത്തണം. ഫീഡ്ബാക്ക് മെക്കാനിസം ഇസ് ഹെൽപ്ഫുൾ ആൻഡ് ദ ഫിനാൻഷ്യൽ കാര്യങ്ങളും കൂടി ഉണ്ട്. സോ ഇതുപോലുള്ള ഡിസ്കഷൻസും അവയർനെസ് ടു ദ പബ്ലിക്കും കൂടി വരുമ്പോൾ it will be an advantage to the public and there will be an easy access for the healthcare system എന്ന് വിശ്വസിച്ചുകൊണ്ട് thank you for sharing your brilliant information. Thank you. You were a great moderator. Thank you so much. You made us feel so comfortable. Thank you, madam. Thank you so much. Thank you, ma'am.